പരം ശാന്തി മാ ബാബുജിക്ക് കോടി കോടി പ്രണാമം. നിങ്ങളാണ് നിങ്ങളുടെ മിത്രവും നിങ്ങളാണ് നിങ്ങളുടെ ശത്രുവും. അത് ആദ്യം തിരിച്ചറിയുക. വെളിയിലുള്ള ദുനിയയെ നോക്കി ഉള്ളിലുള്ള ദുനിയയെ ഇല്ലാതാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനെ കംപ്ലീറ്റ് ചെയ്യുക, ദൃഢനിശ്ചയം കൈക്കൊള്ളുക. അതാണ് വേണ്ടത്. ഒരുപാട് ബ്രഹ്മാണ്ടത്തിൽ നിന്ന് നമ്മുടെ ബ്രഹ്മാണ്ടത്തിലേക്ക് ഒരുപാട് ആത്മാക്കൾ വന്നിട്ടുണ്ട്. അതായത് 5 കല, 10 കല, 16 കല, 25 കല, 50 കല, 100 കല, അങ്ങനെ തുടങ്ങി അനേകം ബ്രഹ്മാണ്ടത്തിൽ നിന്ന് ആളുകൾ നമ്മുടെ ബ്രഹ്മാണ്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ഒരുപാട് പേരാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്, മനുഷ്യനായി ജന്മമെടുത്തിരിക്കുന്നത്. ഞാനും നിങ്ങളും എല്ലാവരും ആ ചൈതന്യത്തിലുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾക്ക് എന്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയയിൽ ആവരണം ഉള്ളത് കൊണ്ടാണ്. ഇവരുടെ കാരൺ ശരീരം, ഭൂമിയിൽ ജന്മമെടുത്തിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇവരുടെ കാരൺ ശരീരം, മഹാകാരൺ ശരീരം, പരം മഹാകാരൺ ശരീരം, ഇവയുടെ മേലെ ആവരണം മൂടപ്പെട്ടിരിക്കുന്നു. ഇവർ പുരുഷാർത്ഥത്തിലൂടെ ആത്മസ്വരൂപം പ്രാപിച്ചാൽ എല്ലാവരുടെ ആത്മീയിലും റെക്കോർഡ് ഉണ്ട്. ആ റെക്കോർഡ് ആത്മസ്വരൂപം പ്രാപിക്കുന്നത് കൂടി പരമാത്മയിൽ നിന്ന് പവർ നിങ്ങളിലേക്ക് ഇറക്കി കാരൺ ശരീരത്തിലുള്ള നിങ്ങളുടെ എല്ലാ റെക്കോർഡുകളെയും കത്തിക്കരിച്ച് ചാമ്പലാക്കി നിങ്ങൾക്ക് പുതുജീവൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആത്മസ്വരൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന്. കാരണം നിങ്ങൾ ആത്മയിൽ റെക്കോർഡുണ്ട്. അത് നിങ്ങൾക്ക് ആത്മസ്വരൂപം കിട്ടുന്നതോടു കൂടി നിങ്ങൾക്ക് ആ ദിവ്യ ചൈതന്യത്തെ, ആ ദിവ്യദൃഷ്ടി പ്രാപിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഞാൻ ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നുപെട്ടത് എന്ന്. ആത്മാ നിരാകാരി സ്റ്റേജ് ആയാൽ പരമാത്മയിൽ നിന്ന് പവർ വരികയും കർമ്മബന്ധം കട്ടാവുകയും ഈ ഭൂമിയിലെ എല്ലാ ജനങ്ങളും പരംധ്യാൻ സ്വീകരിച്ച് പരമാത്മയിൽ നിന്ന് പവർ ഇറക്കി ഈ നമ്മുടെ ഭൂമി, നമ്മുടെ ബ്രഹ്മാണ്ടം പരംധാം ആകും എന്നാണ് പറയുന്നത്. എല്ലാ ആളുകളും ആത്മസ്വരൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ പരമാത്മയിൽ നിന്ന് പവർ ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി പരംധാമിനെ പോലെയാകും. ആദ്യം നമ്മൾക്ക് ഭൂമി പരംധാം ആകണമെങ്കിൽ ഈ വായുമണ്ഡലത്തെ നേരെയാക്കേണ്ടതുണ്ട്. കാരണം നകാരാത്മക ഊർജം ഈ വായുമണ്ഡലത്തിൽ ഒരുപാട് ഉണ്ട്. കാരണം ഭൂതപ്രേത പിശാചുക്കളുടെ ഇതും ആ ചിന്തയും, അതുപോലെ ഈ ബ്രഹ്മാണ്ടത്തിലെ ഈ ഭൂമിയിലെ 800 കോടി ജനതയിലെ സങ്കല്പങ്ങളും എല്ലാം ഈ വായുമണ്ഡലത്തിലാണ് ഇരിക്കുന്നത് എന്നറിയുക. ആ വായുമണ്ഡലമാണ് നിങ്ങളുടെ ഉള്ളിൽ, ആ വൈബ്രേഷൻ നിങ്ങളുടെ ഉള്ളിൽ വരികയും മനസ്സിനെ ചിന്ത നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നു എന്ന ചിന്ത ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതാണ് പരമാർത്ഥമായ സത്യം. ഇതെല്ലാം ദാദാജി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം.
എല്ലാ ആത്മകളും മുക്തി, ജീവൻ മുക്തി കൊടുക്കാൻ ബാബുജി വന്നിരിക്കുന്നത്. എല്ലാ ആത്മകൾക്കും ഈ വായുമണ്ഡലം ശരിയായി കഴിഞ്ഞാൽ, ആദ്യം ആത്മജ്ഞാൻ ബ്രഹ്മജ്ഞാൻ സ്വീകരിച്ചാൽ എല്ലാ ആത്മാക്കളും മുക്തി, ജീവൻ മുക്തി കിട്ടുന്നതായിരിക്കും. എല്ലാ ആത്മാക്കളും ഈ ജ്ഞാനം സ്വീകരിക്കുന്നതായിരിക്കും. വായുമണ്ഡലം ചേഞ്ചായാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഏത് റൂട്ടിലൂടെ പോയാലാണ് എനിക്ക് നല്ലത് എന്ന്. അമർ പരിവാറിനെ അമർ ലോകത്തേക്ക് നയിക്കാൻ വേണ്ടി ജ്ഞാനത്തിലൂടെ ജ്ഞാനം പകർന്നു തന്ന് നിങ്ങളെ ആ അമർ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ബാബുജി ഈ പരംഖ്യാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നറിയണം. ഇത് ഒറിജിനൽ ബ്രാഹ്മണർ ആണ് എന്നറിയുക. കാരണം ആത്മജ്ഞാൻ ബ്രഹ്മജ്ഞാൻ വിശ്വസേവാധാരി ആത്മാ ബ്രാഹ്മൺസ് ആയിരിക്കും. അത് യാതൊരു തർക്കവുമില്ല. ഇന്നത്തെ ബ്രാഹ്മൺസ് മദ്യത്തിനും മയക്കുമരുന്നിനും എല്ലാം അടിമപ്പെട്ടിരിക്കുകയാണ്. ദേഹം കൊണ്ട് ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ടും അവർ ബ്രാഹ്മണൻ ആകുന്നില്ല. പേരിന് മാത്രം ബ്രാഹ്മണർ. അതാണ് ഇപ്പോൾ ഈ ഭൂലോകത്തിൽ, ഈ നമ്മുടെ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ആ പരം ചൈതന്യത്തിൻ്റെ ആ പവർ കിട്ടും, പരമാത്മയുടെ പവർ കിട്ടും. നിങ്ങൾ ഒന്നറിയുക, നിങ്ങൾ ആ പരമാത്മയുടെ അംശം ആണ് എന്ന്. ആ അംശം കിട്ടണമെങ്കിൽ ഈ പരംജ്ഞാൻ സ്വീകരിച്ച് നിങ്ങൾ എല്ലാവിധ ജ്ഞാൻ, യോഗ, സേവാധാരണ ഇവ കംപ്ലീറ്റ് മനസ്സിലാക്കി പുരുഷാർത്ഥം ചെയ്താലേ നിങ്ങൾ ആ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് ജനലോകം എന്താണ് എന്ന് നോക്കാം. മെഹർ ലോകത്തിൻ്റെ മേലെയാണ് ജനലോകം സ്ഥിതി ചെയ്യുന്നത്. ജനലോകത്തിൻ്റെ വിസ്തൃതി 2 കോടി യോജൻ ആണ്. ഇവിടെ നല്ല സന്തിൻ്റെ നിവാസ കേന്ദ്രം ആണ്. ധർമ്മഗുരുക്കൾ ഒരുപാട് ഉള്ള സ്ഥലമാണ് ജനലോകം. ഇവിടെ നല്ല സന്തിൻ്റെ നിവാസ കേന്ദ്രം കൂടി ആണ്. ജൻ ശബ്ദത്തിൻ്റെ അർത്ഥം ഇവിടുത്തെ ആത്മാക്കളുടെ സംഖ്യ വളരെ കൂടുതൽ ആണ്. അതിനാൽ ഈ ലോകത്തെ ജനലോകം എന്ന് വിളിക്കുന്നത്. ഇവിടെ ഗൃഹസ്ഥ ആശ്രമം പോലെ ആണ് ആത്മാക്കൾ ജീവിക്കുന്നത്. ഇവിടെ വീടുകളിൽ കഴിയുന്ന പോലെയാണ് ആത്മാക്കൾ ജീവിക്കുന്നത്. ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്നത് പോലെയാണ് ഈ ലോകത്തും ജീവിക്കുന്നത്, ഈ ജനലോകത്തും ജീവിക്കുന്നത്. ഇവിടെ സൃഷ്ടിയും നടക്കുന്നുണ്ട്. പക്ഷേ ഭൂമിയെപ്പോലെ ഭോഗി ആത്മാക്കൾ അല്ല എന്ന് മാത്രം. ഇവിടുത്തെ ആത്മാക്കളും മേലെ ലോകത്തേക്ക് പോകാൻ വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനേകം ധർമ്മ മത സമ്പ്രദായത്തിലെ ആത്മാക്കൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ സ്ത്രീ പുരുഷ ശരീരത്തിൻ്റെ ആകർഷണം അല്ല ഇവിടെ ഉള്ളത്. എല്ലാവർക്കും പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, എത്തിപ്പെടുന്നത്. അതിനെയാണ് ജനലോകം എന്ന് പറയുന്നത്. ജനലോകം കഴിഞ്ഞാൽ അടുത്ത ലോകമാണ് തപ്ലോകം. ഇതെല്ലാം അറിയേണ്ടതുണ്ട്. ഓരോ ലോകത്തെക്കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട്, ഓരോരോ ബ്രഹ്മാണ്ടത്തിലെ ഓരോ ലെയറിനെ കുറിച്ചും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് മേലെ ലോകത്തോട്ട് പോകാൻ സാധ്യമാകൂ. ഇത് ഡീറ്റെയിൽസ് ആയി അറിയാൻ പരംഖ്യാനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. പുരാണങ്ങളിൽ കുറച്ച് പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും
കംപ്ലീറ്റായിട്ട് പ്രതിപാദിക്കുന്നില്ല. ഇത് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കുക. അധികം ജ്ഞാൻ, യോഗ, സേവ, ധാരണ ഇവ സ്വീകരിക്കുക. പുരുഷാർത്ഥം ചെയ്ത് നിങ്ങളുടെ പാപത്തിനെ ഇല്ലാതാക്കി ആ ചൈതന്യത്തിൽ ലയിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബേഹദ് കി പരം ശാന്തി.